വേദിയിലിരിക്കുന്ന അധ്യക്ഷ മേയർ ശ്രീ ബിന്ദു ടീച്ചർ, എത്ര തിരക്കുണ്ടെങ്കിലും ബിന്ദു ടീച്ചർ ഇവിടെ എന്തായാലും എത്തുമെന്ന് പറഞ്ഞിരുന്നു. ബിന്ദു ടീച്ചറെ ആദ്യമായി സൈക്കിൾ കമ്പാനിയൻ്റെ പേരിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വലിയ തിരക്കുകൾക്കിടയിൽ ഞങ്ങളുടെ ഈ ചെറിയ ഡോക്യുമെൻ്ററി പ്രകാശനം നിർവഹിക്കാനെത്തിയ ജയരാജ് വാര്യർ സാറേയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആധുനിക കാലഘട്ടത്തിൽ സൈക്കിളിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിൽ സൈക്കിളിൻ്റെ ഇടം കണ്ടെത്തുകയാണ് സൈക്കിൾ ദി സൈലൻറ്റ് കമ്പാനിയൻ എന്ന ഞങ്ങളുടെ ഈ ഡോക്യുമെൻ്ററി. ഒരു കാലത്ത് കേരളത്തിലെ ബഹുഭൂരിഭാഗം ആളുകളും ഉപയോഗിച്ചിരുന്നൊരു വാഹനമായിരുന്നു സൈക്കിൾ. എന്നാൽ വർത്തമാന കാലഘട്ടത്തിൽ സൈക്കിൾ ഉപയോഗിക്കുന്നതിൽ കാര്യമായൊരു കുറവ് അനുഭവപ്പെട്ടു. പ്രത്യേകിച്ച് ഇന്നൊരു ജനകീയ വാഹനമൊന്നുമല്ല സൈക്കിൾ. സൈക്കിളൊക്കെ ഒരു നൊസ്റ്റാൾജിയായി മാറിയിരിക്കുകയാണ് നമുക്കൊക്കെ. പ്രത്യേകിച്ചും കുട്ടികളൊക്കെയാണ് ഇന്ന് കേരളത്തിൽ കൂടുതലായി സൈക്കിൾ ഉപയോഗിക്കുന്നത്. കേരളം ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ, തമിഴ്നാട് പോലുള്ള സംസ്ഥാനം, അതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇന്നും സൈക്കിളുകൾ വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ സൈക്കിളുകൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് ലണ്ടൻ പോലുള്ള നഗരങ്ങളിലൊക്കെ. അവിടുത്തെ ഭരണകൂടങ്ങൾ സൈക്കിളുകൾക്ക് മാത്രമായിട്ടുള്ള റോഡുകളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. ചൈന, ക്യൂബ പോലുള്ള രാഷ്ട്രങ്ങളിൽ ആഡംബര കാറുകളും മറ്റ് അത്യാധുനിക വാഹനങ്ങളുമൊക്കെ ഉള്ളപ്പോഴും ഇന്നും സൈക്കിളുകൾ തന്നെയാണ് അവിടുത്തെ ജനങ്ങളുടെ പ്രധാന സഞ്ചാര വാഹനം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ദിനംപ്രതി പുതിയ പുതിയ വാഹനങ്ങൾ നമ്മുടെ നിരത്തിലിറങ്ങുകയാണ്. അതുമൂലം ഉണ്ടാകുന്ന ഗതാഗത കുരുക്കുകൾ, ഈ മോട്ടോർ വാഹനങ്ങൾക്ക് ആവശ്യമായ ജൈവ ഇന്ധനങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന ശാരീരികവും പാരിസ്ഥിതികവുമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ പ്രതിസന്ധികളാണ് ഉണ്ടാക്കുന്നത്. സൈക്കിൾ യാതൊരു തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നില്ല. ഈ ഒരു ഡോക്യുമെൻ്ററി എടുക്കുന്നവരുടെ എല്ലാവരും സൈക്കിളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ശുഭാപ്തി വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. എങ്കിലും ചില ഓർമ്മപ്പെടുത്തലാണ് ഈ സൈക്കിൾ എന്ന ഡോക്യുമെൻ്ററിയിലൂടെ ഞങ്ങൾ നൽകുന്നത്. കൂടുതലൊന്നും അവകാശപ്പെടുന്നില്ല, നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ഒരിക്കൽ കൂടെ എല്ലാവരും വന്ന് ഇത്രയും ഞങ്ങളുടെ ഈ വേദി പ്രബുദ്ധമാക്കിയതിന് വിശിഷ്ട അതിഥികളോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു, സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാം കാണുന്നതിനും വിജയിപ്പിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളോടും ഗുരുനാഥന്മാരോടും ബന്ധുക്കളോടും എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ സന്താൾ സൂചിപ്പിച്ചതുപോലെ അയാൾ ഞങ്ങളുടെ ശിഷ്യനായിരുന്നു കേരളോർമ്മയിൽ. ഒരുപാട് രസികത്വം നിറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുക, സഹൃദയത്തോടുകൂടി ക്ലാസ്സിൽ പ്രതികരിക്കുക, ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൗതുകകരമായിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള കുട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചർച്ചാ വിഷയമാകാറുള്ള വിദ്യാർത്ഥിയായിരുന്നു സന്താൾ. കലാലയ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതിന് ശേഷം സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് അയാളുടെ ജീവിതം പോകുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് ഭാഷാ അധ്യാപിക എന്നുള്ള രീതിയിൽ വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ പരിപാടിയിൽ എന്തായാലും പങ്കെടുക്കുമെന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞത്. അതിനുശേഷം പരിചയപ്പെട്ട ഡിക്കൻസും ഇപ്പോൾ സ്വാഗത പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കരുതിയത്, ഭാവിയിൽ നല്ല രീതിയിൽ അംഗീകരിക്കപ്പെടാവുന്ന, സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ സർഗശേഷിയുള്ള ഒരു കുട്ടിയാണ് എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഏതായാലും ഈ കുട്ടികൾക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ സാധാരണക്കാരൻ്റെ ചങ്ങാതിയായ സൈക്കിളിനെ കേന്ദ്രീകരിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്യാനാണ്. പ്രായേണ അപ്രസക്തമെന്ന് തോന്നാവുന്ന, എന്നാൽ മുഖ്യധാരയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതായി അനുഭവപ്പെടുന്ന ഒരു ചിന്താശകലമാണ് ഇവിടെ പ്രകടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് സന്തോഷകരമാണ്. സൈക്കിളിനെ കുറിച്ച് പല ആവിഷ്കാരങ്ങളും ഉണ്ടായിട്ടുണ്ട്, സാഹിത്യത്തിലും സിനിമയിലുമൊക്കെ തന്നെ. സിനിമയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ആവിഷ്കാരങ്ങളെക്കുറിച്ചൊക്കെ ഷൺമുഖദാസ് മാഷൊക്കെ സംസാരിക്കും. മലയാള സിനിമയിൽ തന്നെ സാധാരണക്കാരനായ നായകനെ അവതരിപ്പിക്കുന്നതിന് ഒരുപാട് വർഷക്കാലം ഉറ്റ ചങ്ങാതിയായിട്ട്, പിരിയാത്ത ചങ്ങാതിയായിട്ട് സൈക്കിൾ ഒരു കഥാപാത്രമായി തന്നെ മാറുന്ന അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ബൈസിക്കിൾ തീവ്സ് എന്ന വിഖ്യാതമായിട്ടുള്ള ക്ലാസിക്കിൽ
സൈക്കിളിൻ്റെ പുറകെ പോകുന്ന അച്ഛൻ്റെയും മകൻ്റെയും വേവലാതികൾ ഒരു പ്രാവശ്യം സിനിമ കണ്ടാൽ മായാതെ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കും. സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന നാടകത്തിൻ്റെ രചയിതാവായിട്ടുള്ള സാമുവൽ ബക്കറ്റിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രതീകമായിരുന്നു സൈക്കിൾ. വട്ടത്തിൽ ചവിട്ടി നീളത്തിൽ പോയോനെ എന്ന് ഒരു നാടൻ പാട്ടിൽ പറയുന്നുണ്ട് സൈക്കിളിനെ കുറിച്ച്. വട്ടത്തിൽ ചവിട്ടി നീളത്തിൽ പോയോനെ. ഇത് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ കാലത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിൻ്റെ ഒരു ഭംഗിയുള്ള പ്രതീകമാണ് വാസ്തവത്തിൽ. പിന്നെ മാത്രമല്ല വളരെ സംഭാഷണം കുറയ്ക്കുക എന്നതാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സിനിമ കാണാൻ എല്ലാവരെയും ഈ പ്രകാശനം നിർവഹിച്ച ഒരാൾ എന്ന നിലയിൽ, ഒരു സിനിമ പ്രേമി എന്നുള്ള നിലയിൽ, ഒരു കലാപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളെല്ലാവരെയും ഈ സിനിമ കാണാൻ പ്രകാശനത്തിന് ശേഷം ക്ഷണിച്ചുകൊണ്ട് ഈ യുവ കലാകാരന്മാർക്ക് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഇനിയും ഒരുപാട് നമ്മളെ തൊട്ടു നിൽക്കുന്ന വിഷയങ്ങൾ സിനിമയാകട്ടെ. ആരെങ്കിലുമൊക്കെ ബിന്ദു ടീച്ചറുടെ വിദ്യാർത്ഥികളായിരിക്കുന്നത്. കാരണം നോട്ടീസിൽ തന്നെ ബിന്ദു ടീച്ചർ എന്ന് എഴുതിയുണ്ട്. സാധാരണ കാണുന്ന നോട്ടീസുകൾ അങ്ങനെ പതിവില്ല. അപ്പോൾ ടീച്ചറെ ഒരു ടീച്ചറായിട്ട് കാണുന്നതിൻ്റെ സന്തോഷം. ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപികയായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരാളാണ്. സുഹൃത്തുക്കൾ, ഒരു ആശംസകൻ എന്ന നിലയിൽ ഞാൻ ഈ പരിപാടി പങ്കെടുക്കുന്നത് വളരെ ഔചിത്യക്കുറവുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇതിൻ്റെ ശില്പികളുമായിട്ടുള്ള എൻ്റെ അടുപ്പവും ബന്ധവും പിന്നെ അതിനുശേഷം ഒരു ആശംസയും ഒട്ടും ചേർന്നതല്ല. എങ്കിലും അവരുടെ ഒരു നിർബന്ധമാണ് ആശംസകനായിട്ട് ഞാൻ ഇവിടെ രംഗപ്രവേശിച്ചത്. ഇതിൽ ഈ സൈക്കിളിൻ്റെ സ്ക്രിപ്റ്റുമായി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡിക്കൻസ് ആദ്യ വായനയ്ക്ക് സ്ക്രിപ്റ്റ് എൻ്റെ പത്രം ഏൽപ്പിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വന്നത് സൈക്കിൾ ചൈനയുടെ ഒരു ജനകീയ വാഹനമായിരുന്നു എന്നോ ആരോ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് എൻ്റെ മനസ്സിലേക്ക് വന്നു.